കൊണ്ട് എവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടോ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന കാണാൻ സ്തോത്രം. നല്ല ഭവനമില്ലാത്ത ഇടങ്ങളിൽ വെറും മണ്ണില് തുണി വിരിച്ച് നനഞ്ഞെടുത്ത് ഞാനും എൻ്റെ ഭാര്യയും ഇന്നെനിക്ക് മൂത്ത കുഞ്ഞേ ഉള്ളൂ, മോസസും ഉള്ളൂ, ഞങ്ങൾ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഷെഡൊക്കെ മാറി മനോഹരമായ ഭവനമായി തീർന്ന് കാണുവാൻ ഇവിടെ കണ്ണില്ലായിരുന്നു, കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഇങ്ങനെ ഒരു വഴി ഒരുക്കിയത് ഓർത്ത് നമ്മൾ കേട്ടതുപോലെ ഒരു വിശാലയൊക്കെ ദൈവം ഒരുക്കി കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം ചെയ്തൊരു ഉപകാരത്തെ ഒന്ന് നന്ദിയോടെ ഓർത്തു തന്നെ. അവങ്കലേക്ക് നോക്കിയ പ്രകാശം. ദൈവമക്കളായി നാം ദൈവത്തിന്റെ മുഖത്തേക്ക് വേണം നോക്കാൻ. നമ്മൾ ആരുടെ മുഖത്തേക്ക് നോക്കണം? നമ്മൾ ദൈവത്തെ വിട്ട് മറ്റൊരിടത്തും നമ്മൾ ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തിൽ ശ്രദ്ധ വെച്ചും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി മാത്രമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നാം ഒരിടത്തും തകർന്നു പോകത്തില്ല. ഒരിക്കൽ സങ്കീർത്തനം, ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പാകെ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ ഞാൻ ആരെയും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നത്? ദൈവത്തെ. നമ്മളൊക്കെ ആരെയും വെക്കുന്നത്? എപ്പോഴും നമ്മൾ മറ്റ് പല കാര്യങ്ങളെ വെക്കും, പല വ്യക്തികളെ വെക്കും. എന്ന് സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ ആ ദൈവത്തെ നോക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പ്രതികൂലമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എന്ത് പ്രതികൂലമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിലും എന്റെ കുടുംബത്തിനകത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ അതിനെയൊന്നും നോക്കുകയില്ല. ഞാൻ നോക്കുന്നത് എന്റെ ദൈവത്തെ.